യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. രാവിലെ തോറും നമ്മുടെ മേൽ തന്റെ ദയ പുതുതായി വർഷിക്കുന്ന കരുണാസമ്പന്നനായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ തന്നെത്താൻ അർപ്പിച്ച ദൈവപുത്രനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കുകയും ചെയ്യുകയാണ്. ഒരുമിച്ച് പിന്നെയും നമുക്ക് ഈ സന്ധ്യയിലായിരിക്കാൻ ദൈവം അവസരം തരുന്നല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യട്ടെ. പീഡിതരാകുന്ന, സുവിശേഷ നിമിത്തം പീഡ അനുഭവിക്കുന്ന നമ്മുടെ കൂട്ടു സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളാണ് എങ്കിൽ കൂടെ ക്രിസ്തുവിൽ അവർ നമ്മുടെ സഹോദരങ്ങളാകയാൽ അവരെയും പ്രാർത്ഥനയിൽ നിരന്തരം ഓർത്താൽ. നമ്മൾ തിരുവെഴുത്തുകളിലേക്ക് തിരിയുന്നു. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്നും കൂടെ നമുക്ക് വായിക്കാം. Revelation 15:1-4. Then I saw another sign in heaven, great and amazing, 7 angels with 7 plagues, which are the last, for with them the wrath of God is finished. And I saw what appeared to be a sea of glass mingled with fire, and also those who had conquered the beast and its image and the number of its name, standing beside the sea of glass with the harps of God in their hands. And they sang the song of Moses, the servant of God, and the song of the Lamb, saying, Great and amazing are your deeds, O Lord the Almighty. Just and true are your ways, O King of the nations. Who will not fear, O Lord, and glorify your name? For you alone are holy. All nations will come and worship you. For your righteous acts have been Praise God. Thank you, Mane. യോഹന്നാൻ സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണുകയാണ്. അതും എങ്ങനെയുള്ള അടയാളമാണ്? വലുതും അത്ഭുതവുമായത്. ഗ്രേറ്റ് ആൻഡ് അമേസിംഗ് സൈൻ. John is beholding this in heaven, but that will happen on earth. സ്വർഗത്തിലാണ് ഈ അടയാളം യോഹന്നാൻ കാണുന്നത്. അതെ, ദൂതന്മാരെയും ദൂതന്മാർക്ക് നൽകപ്പെടുന്ന ബൗൾസ്, കലശങ്ങളെയും അവിടെയുള്ള സ്തുതിഗാനവും ഒക്കെ സ്വർഗത്തിൽ നടക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ മറുഭാഗം നടക്കേണ്ടത് ഭൂമിയിലാണ്. വലുതും അത്ഭുതവുമായ ഒരു അടയാളം. അത് ദൈവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ മേലുള്ള, ഭൂമിമേലുള്ള ന്യായവിധിയുടെ തീർപ്പാണ്. The final consummation of God's judgments upon this earth and upon the living. അന്ന് ജീവനോട് ഭൂമിയിൽ ഉള്ള മനുഷ്യരുടെ മേൽ ദൈവം ചൊരിയുന്ന ന്യായവിധിയുടെ ഒരു സീരീസ്, ഒരു ശൃംഖല, അതിൻ്റെ അവസാനത്തെ കണ്ണി. ഓരോ ന്യായവിധി കഴിയും തോറും ന്യായവിധിയുടെ തീവ്രത കൂടിക്കൊണ്ടിരുന്നു. The intensity was being increased one after another. ഒന്നിനു പുറകെ ഒന്നായ ന്യായവിധികളുടെ തീർപ്പുണ്ടാകുന്നതനുസരിച്ച് ന്യായവിധിയുടെ തീവ്രത
കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലേറ്റവും തീവ്രമായതാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. അത് 16-ാം അധ്യായത്തിലാണ് നടപ്പിലാക്കപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ ഒരുക്കം ഈ 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, 3 ന്യായവിധികൾ പ്രധാനമായും 7 എണ്ണം വെച്ച്, 7 എണ്ണത്തിൻ്റെയും 3 എന്ന സംഖ്യയുടെയും ഒക്കെ അർത്ഥങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ആദ്യത്തേത് ദ സീൽ ജഡ്ജ്മെന്റ്സ്, മുദ്രകളാലുള്ള ന്യായവിധികൾ. 6-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവുമാണത്. രണ്ടാമത് നാം കാണുന്നത് കാഹളങ്ങൾ കൊണ്ടുള്ള ന്യായവിധികളാണ്. കാഹളങ്ങൾ, അത് 16-ാം കാഹളങ്ങൾ കൊണ്ടുള്ളത് 8-ാം അധ്യായം 2 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും 11-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും കാണും. അതിനുശേഷം നാം കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ 16-ാം അധ്യായത്തിൽ കാണുവാൻ പോകുന്ന 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ബൗൾ ജഡ്ജ്മെന്റ്സ് അഥവാ കലശ ന്യായവിധികൾ. കലശ ന്യായവിധികൾ ഈ 16-ാം അധ്യായത്തിലെ, അല്ലെങ്കിൽ ഈ 15-ഉം 16-ഉം അധ്യായങ്ങൾ എന്ന് പറയാം, 15-ഉം 16-ഉം അധ്യായങ്ങളിലെ കലശ ന്യായവിധികൾ കഴിഞ്ഞാൽ ഉടൻ സംഭവിപ്പാൻ പോകുന്നത് എന്താണെന്നറിയാമോ? What is going to happen soon after or continuation with chapter 16? 16-ാം അധ്യായം, 15-ലാണ് അതിന്റെ 1-ലാണ് അതിന്റെ സൂചന. അപ്പോൾ 15-ഉം 16-ഉം എന്ന് നമുക്ക് പറയാം. ഈ 15-ഉം 16-ഉം അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർന്നാലുടൻ അതിന്റെ തുടർച്ചയായി സംഭവിപ്പാൻ പോകുന്നത് വ്യക്തമായില്ലെങ്കിലേ, നെറ്റ്വർക്കിന്റെ സ്തോത്രം. ആ ഹർമഗദ്ദോൻ യുദ്ധത്തിനും തൊട്ടു മുൻപ് നടക്കാൻ പോകുന്നത് നോ. ജയക്കുട്ടിച്ചൻ എന്താ പറഞ്ഞേ? അല്ല അല്ല, അതെല്ലാം ഈ 16-ഉം 15-ഉം 16-ഉം അധ്യായങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. 17-ാം അധ്യായവും 18-ാം അധ്യായവും ഈവൻ 19-ാം അധ്യായത്തിന്റെ 10 വരെയുള്ള കാര്യങ്ങളും ഈ 16-ാം അധ്യായത്തിന്റെ അകത്ത് സംഭവിക്കുന്നതാണ്. ആ 16-ാം അധ്യായത്തിന്റെ അവസാനത്തോടെ, അല്ലെങ്കിൽ ഈ 7 കലശ ന്യായവിധികൾ തീരുന്നതോടുകൂടെ സംഭവിപ്പാൻ പോകുന്നത് 19-ാം അധ്യായം 11 മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവാണ്. So what is going to happen soon after these 7 bowl judgments is the glorious second advent of Jesus Christ to this earth, recorded in chapter 19 verses 11 following. 19-ാം അധ്യായത്തിന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിലാണ് യേശുക്രിസ്തു തേജസ്സോടെ ഈ ഭൂമിയിലേക്ക് വിശുദ്ധന്മാരുമൊത്ത് ഇറങ്ങി വരുന്നത്. അതിനെ തുടർന്നാണ് അർമഗദ്ദോൻ യുദ്ധം സംഭവിക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളാണ് നാം 16-ാം അധ്യായത്തിൽ കാണുന്നത്. 16-ാം അധ്യായത്തിൽ അതിന്റെ ഒരുക്കമാ കാണുന്നത്. അപ്പൊ നമ്മള് 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും
19-ാം അധ്യായത്തിലുമായിട്ടാണ് അർമഗദ്ദോൻ യുദ്ധത്തെ കാണുന്നത്. 14-ൽ അതിന്റെ സൂചനകൾ, അതിന്റെ വിവരണം, 16-ൽ അതിന്റെ ഒരുക്കം, എന്നിട്ട് 19-ാം അധ്യായത്തിൽ അതിന്റെ പൂർത്തീകരണം അഥവാ നടപ്പ്, അതിന്റെ നിവൃത്തി. അപ്പോൾ ഈ 7 കലശ ന്യായവിധികൾ തീർന്നാൽ ഉടൻ സംഭവിക്കുന്നത് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ്. നമുക്ക് വിശദീകരണമായിട്ടാണ് 17-ഉം 18-ഉം അധ്യായങ്ങൾ നൽകി തന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഒരുക്കമായിട്ടാണ് 15-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം 1-ഉം 2-ഉം 3-ാം വാക്യത്തിന്റെ കുറച്ച് ഭാഗങ്ങളും ശ്രദ്ധിച്ചു. Here we have a group of saints. They are called conquerors, victors, overcomers, conquering the beast. നാം 6-ാമത്തെ അധ്യായത്തിൽ in chapter 6, when the lamb opened the first seal, കുഞ്ഞാട് ആ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകത്തിന്റെ ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വെള്ളക്കുതിരപ്പുറത്ത് ഒരുത്തൻ കയറി വരുന്നത് നാം കണ്ടതാണ്. അവനെ യേശുക്രിസ്തു എന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും അതാരാണെന്ന് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നില്ല. എങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് കൗണ്ടർഫീറ്റ് ക്രിസ്തു, യേശുക്രിസ്തുവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കള്ളക്രിസ്തുവായി വരുന്നവനാണ്. അവന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ആ ലക്ഷണങ്ങളൊന്നും ക്രിസ്തുവിന്റെ ലക്ഷണങ്ങളോട് ഒക്കുന്നതല്ലെന്ന് നമ്മൾ കണ്ടു. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, എ ബോ ബട്ട് നോ ആരോ, ഒരു അമ്പില്ലാത്ത വില്ല് അവന്റെ കയ്യിലുണ്ട്. അതേക്കുറിച്ച് നമ്മൾ കുറെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു. കൂടാതെ മറ്റൊരാശയവും കൂടെ അതിനുള്ളത്, അത് ഒരു യുദ്ധം കൂടാതെ അവൻ ജയിച്ച് മുന്നേറുന്നതിനെ കുറിച്ച്. He will be advanced, he will be privileged, he will be promoted, he will rise to power even without a battle, even without a war. ഒരു യുദ്ധം കൂടാതെ തന്നെ അവൻ പിടിച്ചടക്കുന്ന, അധികാരം പറ്റുന്ന അവസ്ഥകളെയാണ് കാണുന്നത്. 13-ാമത്തെ അധ്യായത്തിൽ നാം അതേക്കുറിച്ച് കാണുകയുണ്ടായി. 13-ന്റെ 4 ഒന്നും കൂടെ വായിക്കാം. 13 verse 4. And they worshipped the dragon, for he had given his authority to the beast. And they worshipped the beast, saying, Who is like the beast? Who can fight against it? Who is like the beast? Who can fight against it? ഭൂമിയിലെ വാസികൾ, മനുഷ്യർ, സാത്താന്റെ സ്വാധീനത്തിൽ അകപ്പെട്ടു പോയവർ ഈ എതിർ ക്രിസ്തുവിനെ കണ്ട് അതിശയിച്ചു നിൽക്കുകയാണ്. People were astonished. People were wondering because of the appearance, authority, pride, his power, ability, intellect of this animal.
ഈ മൃഗത്തിന്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും ബുദ്ധിവൈഭവവും ഒക്കെ കണ്ട് ജനം അന്താളിച്ച് അതിശയപ്പെട്ടു നിൽക്കുക. അവർ അതിശയിച്ചു ചോദിക്കുന്നു, ഈ മൃഗത്തിന് തുല്യനാർ? അവനോട് പൊരുതാൻ ആർക്ക് കഴിയും? അപ്പോൾ 6 ആദ്യ ഭാഗത്തെ അമ്പ് ഇല്ലാതെയുള്ള വില്ലുമായി വരുന്ന, യുദ്ധം കൂടാതെ പിടിച്ചടക്കുന്ന ഒരവസ്ഥ. അവനോട് എതിർക്കാൻ പോലും ആൾക്കാർ തയ്യാറല്ല. നേതാക്കന്മാർ എതിരിടാൻ പോലും ഒരുക്കമല്ല. അവൻ അൺഡിഫീറ്റബിൾ, അജയ്യനാണ് എന്ന ഒരു ധാരണ മനുഷ്യർക്കുണ്ടായി. എന്നാൽ ഈ 15-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ധാരണയെ പൊളിച്ചെഴുതുകയാണ്. 2-ാമത്തെ വാക്യത്തിൽ എന്താ? മൃഗത്തോടും അവന്റെ പ്രതിമയോടും അവന്റെ പേരിനോടും ആ പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ. ഇവിടെ 15-ാം അധ്യായത്തിൽ സ്തോത്രം നമ്മൾ കാണുന്നു, ദിസ് അനിമൽ or this beast, not animal actually, this representation, this beast or this antichrist was not one who was indefeatable. അവൻ അജയ്യനല്ലെന്ന് ഈ സാധാരണ മനുഷ്യർ തങ്ങളുടെ മരണം കൊണ്ട് തെളിയിച്ചു. ഓർക്കുക, അജയ്യനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അജയ്യൻ എന്ന് പറഞ്ഞാൽ ആർക്കും ജയിപ്പാൻ കഴിയാത്തവൻ, ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്തവൻ, ഒറ്റ ഒരുവൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമുക്കറിയാം, മരണത്തെയും തൻ്റെ കാൽ കീഴിലാക്കി തീർത്ത, മരണത്തിന്റെ മേലും ജയഭേരി മുഴക്കിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. വേറെ ആരും, വേറെ ഒരു അജയ്യന്മാരുമില്ല. സ്തോത്രം. ലോകം കണ്ട മഹാശക്തന്മാരായ നിമ്രോദാണല്ലോ തുടക്കത്തിൽ നമ്മൾ കാണുന്ന മഹാശക്തനായ മനുഷ്യൻ. നിമ്രോദ് തുടങ്ങി ഇങ്ങോട്ട്, ഇനി അതുമല്ലെങ്കിൽ കയ്യനുൾപ്പെടെ ഇങ്ങോട്ട് ധാരാളം പേര് എഴുന്നേറ്റിട്ടുണ്ട്. ഫറവോന്മാർ, അശൂര്യ രാജാക്കന്മാർ, നെബൂഖദ്നേസർ ഉൾപ്പെടെയുള്ള ബാബിലോണിയ ചക്രവർത്തിമാർ, പിന്നിങ്ങോട്ട് വന്നാൽ അലക്സാണ്ടർ, കൈസർമാർ, പിന്നിങ്ങോട്ട് വന്നാൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന മൺമറഞ്ഞുപോയ ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള, മുസോളിനി ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കൾ, ഇപ്പോഴും വേണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഉത്തര കൊറിയൻ ഭരണാധികാരി ഉൾപ്പെടെ ഉള്ള ഡിക്റ്റേറ്റേഴ്സ്. പക്ഷേ ഇന്നുള്ളവർ മരണഭീതിയിൽ കഴിയുമ്പോൾ അന്ന് ഉള്ളവരൊക്കെ ഇന്ന് മൺമറഞ്ഞുപോയി. എല്ലാവരും മരിച്ചു. സ്തോത്രം. അലക്സാണ്ടറിനെ പോലെയൊക്കെ ഉള്ളവർ ഏതാണ്ട് നമ്മുടെ കർത്താവ് മരിച്ച ഏകദേശ പ്രായത്തിൽ തന്നെയാണ് മരിക്കുന്നത്. സ്തോത്രം. അവരൊക്കെ മരണത്തിന് കീഴടങ്ങി, ആയുധങ്ങൾക്ക് കീഴടങ്ങി, രോഗങ്ങൾക്ക് കീഴടങ്ങി. സ്തോത്രം. എന്നാൽ ഒന്നിന്റെയും മുമ്പിൽ തളരാതെ ഇന്നും തല ഉയർത്തി നിൽക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനെ മാത്രമേ നമുക്ക് അജയ്യനെന്ന് വിളിക്കാൻ പറ്റൂ. അത് നസറായനായ യേശുവാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇവിടെ അജയ്യൻ എന്ന നിലയിൽ മനുഷ്യരുടെ മുമ്പിൽ സാത്താൻ അവതരിപ്പിച്ച, സാക്ഷാൽ സാത്താൻ അവതരിപ്പിച്ച ഈ മൃഗത്തെ
നമ്മുടെ സഹോദരങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ജയിച്ചിരിക്കുന്നു. അവൻ അജയ്യനല്ല. അവനെ അവതരിപ്പിച്ച സാത്താനും അജയ്യരല്ല, തോൽപ്പിക്കാൻ കഴിയാത്തവരല്ലെന്ന് ഇവിടെ വിശുദ്ധന്മാർ തെളിയിച്ചു. സ്തോത്രം. അവരുടെ സഹിഷ്ണുത കൊണ്ടും അവരുടെ വിശ്വാസം കൊണ്ടും അവരത് തെളിയിച്ചു. പ്രൈസ് ഗാഡ്. സ്തോത്രം. അവിടെ നിന്നും മുൻപോട്ട് വരുമ്പോഴാണ് അവരുടെ പാട്ട്, 2 പാട്ടുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ടുകൾ. ദൈവത്തിന്റെ വിശ്വസ്തത, ശത്രുവിന്റെ പരാജയം, ദൈവം തന്റെ ജനത്തിനായി പ്രവർത്തിച്ച അത്ഭുതകരമായ വിജയം, ഇവയാണ് ആ പാട്ടുകൾ, മോശയുടെ പാട്ടുകളുടെ ഇതിവൃത്തം. പുറപ്പാട് എക്സോഡസ് 15 15 അധ്യായവും ഡ്യൂട്ടറോണമി 32 32 അധ്യായം. കുഞ്ഞാടിന്റെ പാട്ട് നമ്മൾ കേട്ടു. സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു. വിശേഷിച്ച് റെവലേഷൻ ചാപ്റ്റർ 5, വെളിപ്പാട് 5 അധ്യായം. അതും കൂടാതെയാണ് ഇവർ ഒരുമിച്ച് പാടുന്ന പാട്ടിന്റെ ആശയങ്ങളും വരികളും നമുക്കിവിടെ 3ഉം 4ഉം വാക്യങ്ങളിൽ ഉള്ളത്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഇതുവരെ ഉള്ള കാര്യങ്ങളിൽ മറ്റെന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ഇവർ പാടുന്ന പാട്ടിലേക്ക്, അതിന്റെ വരികളിലേക്ക് പ്രവേശിക്കാം. തീയുടെ അർത്ഥം ന്യായവിധി മാത്രമേ ഉള്ളതോ പരിശുദ്ധാത്മാവും കൂടെ ഉണ്ടോ? ഇല്ല. പരിശുദ്ധാത്മാവ് തീയെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് എവിടെയും കാണുന്നില്ല. പക്ഷെ കുഞ്ഞാടിന്റെയും മോശയുടെയും പാട്ടുകൾ ഇവർ പാടുമ്പോൾ ഇവിടുന്ന് എടുത്തുകൊള്ളപ്പെട്ട സഭയ്ക്ക് പ്രതിഫലമൊക്കെ കൊടുക്കുമായിരിക്കും അല്ലേ? പ്രതിഫല വിഭജനം അതിനു മുമ്പ് തന്നെ കഴിഞ്ഞു. അതിനുശേഷമാണ്, അതിന്റെ ഒടുവിലാണ് ഇവർ ഈ രക്തസാക്ഷികൾ ഉയർക്കുന്നതും ഒക്കെ. ഇവിടെ മഹാപീഡനം നടക്കുന്ന സമയത്താണ് ദൈവസഭയുടെ പ്രതിഫല വിഭജനവും ന്യായവിധിയും സ്വർഗത്തിൽ നടക്കുന്നത്. അഗ്നി അവിടെ കാണുന്നത് ന്യായവിധിയുടെ പ്രതീകമായും, അതിന്റെ മേൽ ഇവർ നിൽക്കുന്നത് ഇവർ ന്യായവിധിയെ ജയിച്ചു വന്നവരെന്നുള്ളതിന്റെയും പ്രതീകമാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വർഗത്തിൽ ആളത്വരൂപത്തിൽ തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നത്. അഗ്നി പരിശുദ്ധാത്മാവ് ബന്ധപ്പെട്ട കാര്യമല്ല, ന്യായവിധിയുമായി ബന്ധപ്പെട്ട കാര്യം. തീ കത്തിക്കാന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ പാട്ട് കൊണ്ട് നമുക്ക് ഉപദേശം സ്ഥാപിക്കാനൊക്കത്തില്ല. ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയ തീയുടെ പാട്ടാണ് തീ പോലെ ഇറങ്ങണമെന്നും പറഞ്ഞ്. അത് പാട്ടെഴുതിയെന്ന് വിചാരിച്ചത് ഉപദേശമല്ല. നമ്മുടെ നേതാക്കന്മാരാരെങ്കിലും ഒരിക്കൽ പ്രസംഗിച്ചെന്ന് പറഞ്ഞോ, പുസ്തകം എഴുതിയെന്ന് പറഞ്ഞോ, അതും ഉപദേശമല്ല. അനുഭവവും ഉപദേശമല്ല. ഇന്ന് ഈ തീയഭിഷേകത്തിന് വേണ്ടി നടക്കുന്നവര് ഒന്ന് ഈ പാട്ടുകൾ പാടും, മറ്റൊന്ന് ചില സഭാ നേതാക്കന്മാർ അവർ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന്, അവർ ഇന്ന പുസ്തകങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്, എന്നിട്ട് ചിലർക്ക് ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ ചൂട് തോന്നിയെന്ന്, ചിലരുടെ വീടുകളിൽ അഭിഷേകമൊക്കെ പ്രാപിച്ച സമയത്ത് തീ കത്തുന്നതായി ചിലർ കണ്ടു എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് സ്ഥാപിക്കാൻ നോക്കുന്നത്. എന്നാൽ ഈ പറയപ്പെട്ട
പാട്ടോ പ്രസംഗമോ ഒരു സഭാ നേതാവിൻ്റെ എഴുത്തോ ഒരു അനുഭവമോ കൊണ്ട് ഉപദേശം സ്ഥാപിക്കാൻ ഒക്കില്ല. അതിന് തിരുവെഴുത്തിന്റെ അടിസ്ഥാനം തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, എഴുതപ്പെട്ട ദൈവവചനം സഭയ്ക്കും സഭാ നേതൃത്വത്തിനും മനുഷ്യന്റെ യുക്തിക്കും പാരമ്പര്യങ്ങൾക്കും അനുഭവങ്ങൾക്കും തോന്നലുകൾക്കും പിന്നെ പഠനങ്ങളുള്ളത് ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും? മ്യൂട്ട്. സങ്കീർത്തനത്തിലുള്ള നിന്റെ വചനം നാമത്തിന്, യേശുവിന്റെ നാമത്തിന്, ദൈവത്തിന്റെ നാമത്തിനും വരെ മീതെ ഉള്ളതാണ്. അതുകൊണ്ട് ദൈവവചനത്താലാണ് ഉപദേശം. പാട്ട് പലതും തെറ്റാ പാടുന്നത്. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ പാടി ഉത്തരാ 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 പവിത്രാത്മാ ഉത്തരാ, പരിശുദ്ധാത്മാവേ ഇറങ്ങി വാ ഇറങ്ങി വാ ഇറങ്ങി വാ. ഞാനൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ പറഞ്ഞു വന്ന വഴിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് 2 വാക്ക് പറയേണ്ടതായി വന്നപ്പോൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വാ എന്നിന്ന് പ്രാർത്ഥിക്കേണ്ടതില്ല. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതാ. എന്നെ നിറയ്ക്കണമേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇറങ്ങി വാ ഉത്തരാ ഉത്തരാ എന്നൊന്നും. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി പാട്ടുകൾ തെറ്റായിട്ടുള്ളതുണ്ട്. ചിലതൊക്കെ അങ്ങ് പാടിപ്പോകുന്നു. മാട്ടിൻ തൊഴുത്തിൽ പിറന്ന, അവിടെ മുതലേ തെറ്റുകള് ചിലതുണ്ട്. അത് പാട്ടുകൾ വെച്ച് നമുക്കൊരിക്കലും ഉപദേശം സ്ഥാപിക്കുവാൻ സാധ്യമല്ല. പിന്നെ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ആ പാട്ടുകൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് മാത്രം. അല്ല, അന്നേരം അപ്പോസ്തലത്തിൽ പറയുന്ന അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർ പ്രത്യക്ഷ, അതേതിനെ പ്രതികരിക്കുന്ന അഗ്നിജ്വാല പോലെ പിളർന്ന, അഗ്നിയുമായിട്ട് അവിടെ അതിനൊരു ബന്ധവും ഇല്ല. പിളർന്നിരിക്കുന്ന നാവുകൾക്കാണ് അവിടെ പ്രസക്തി. അവരുടെ മേൽ പതിഞ്ഞത് നാവുകളാണ്. എങ്ങനെയുള്ള നാവുകൾ? പിളർന്നിരിക്കുന്ന നാവുകൾ. എങ്ങനെ പിളർന്നിരിക്കുന്ന നാവുകൾ? അഗ്നിജ്വാല കത്തുമ്പോൾ ജ്വാല ഏറിയും കുറഞ്ഞുമാണല്ലോ. പിളർന്നിരിക്കുന്ന സ്പ്ലിറ്റ് ടങ്സ്, അതിന് അഗ്നിക്ക് അവിടെ പ്രസക്തിയില്ല. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾക്കാണ് പ്രസക്തി. അഗ്നിക്ക് അവിടെ പ്രസക്തിയില്ല. ഇന്നാളിനെ പോലെ എന്ന് പറഞ്ഞാൽ അത് ഒരു സാദൃശ്യം പറയുന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെ അഗ്നി പോലെയൊന്നുമല്ല. അഗ്നി പോലെ എന്നായിരുന്നെങ്കിലും അത് അഗ്നി സാദൃശ്യമായി നമുക്ക് എടുക്കാമായിരുന്നു. ഇവിടെ സാദൃശ്യം പറയുന്നത് പിളർന്നിരിക്കുന്ന നാവുകൾക്ക്. സ്തോത്രം. ശരി, മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 3ഉം 4ഉം വാക്യങ്ങളിൽ ഈ ജയാളികൾ പാടിയ പാട്ടിലേക്ക്, അതിൻ്റെ അകത്തേക്ക് പോകും. അവരവിടെ പാടിയത് നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതുപോലെ വളരെ കഷ്ടങ്ങൾ സഹിച്ചും ദുഷ്ടനെ ജയിച്ചുമൊക്കെ വന്നവരാണ്. പക്ഷേ അവർ ഭൂമിയിൽ സഹിച്ച
കഷ്ടതകളെ കുറിച്ചോ അവർ ജയിച്ച ജയത്തെക്കുറിച്ചോ ഒന്നുമല്ല പാടുന്നത്. നമ്മുടെ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി നമുക്കതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കാം. ഇങ്ങനെ ജയാളികളായ ഒരു കൂട്ടർ നമ്മുടെ ഇടയിലായിരുന്നു വന്നതെങ്കിൽ, നമ്മുടെ ഇടയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നേ? അവർക്ക് സ്റ്റേജ് കൊടുക്കല്ലേ? അവരെന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവർ പറയുന്നേ? അവര് സഹിച്ച കഷ്ടതകൾ, അതിനെയൊക്കെ അങ്ങോട്ട് ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ അങ്ങോട്ടങ്ങ് ഒത്തിരി പറയും. എൻ്റെ ഒരു സ്നേഹിതൻ അമേരിക്കയിലുണ്ട്. നയൻറ്റീൻ 84 to 86, 84 തൊട്ട് 86 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ അതിന്റെ തുടക്ക സമയത്ത് പെന്തക്കോസുകാരനല്ലായിരുന്നു, അദ്ദേഹം പെന്തക്കോസുകാരനായിരുന്നു. ആ പഠനകാലം തീരുന്നതിന് മുമ്പ് ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു യോഗത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ എത്തി. എനിക്ക് അദ്ദേഹത്തെ കണ്ട് സംശയം തോന്നി, ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പം ഞങ്ങളുടെ സ്നേഹബന്ധമൊക്കെ പുതുക്കി. അദ്ദേഹം ഇന്ന് അമേരിക്കയിലാണ് കുടുംബമായിട്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ ശുശ്രൂഷിക്കാമോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ 1-2 മാസങ്ങൾക്കകം നടന്നൊരു കാര്യം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് സമയം ഒക്കുമ്പോഴാണെങ്കിൽ ശുശ്രൂഷിക്കാം. അങ്ങനെ ഇവിടെയുള്ളവർക്ക് അദ്ദേഹം എന്നെ നമ്പർ കൊടുത്ത് എന്നെ വിളിച്ചു. എന്നിട്ട് അതിന് നടത്തിപ്പുകാർ എന്നോട് പറഞ്ഞു, പക്ഷേ ഇന്ന സമയത്ത് 1 മണിക്കൂർ സാക്ഷ്യം പറയാമോ എന്ന് ചോദിച്ചു. അവരുടെ യോഗം എനിക്ക് തോന്നുന്നു സാക്ഷ്യം പറയുന്ന ഒരു യോഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ സാക്ഷ്യം പറയത്തക്കതുപോലെയുള്ള വലിയ കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. ഞാൻ മർത്തമ്മക്കാരനായിരുന്നു. ഇന്ന സമയത്ത് ഇത്രാം തീയതി രക്ഷിക്കപ്പെട്ടു, ഇത്രാം തീയതി സ്നാനപ്പെട്ടു, ഇത്രാം തീയതി അഭിഷേകം പ്രാപിച്ചു, ഇന്ന സമയത്ത് ഇന്ന ബൈബിൾ കോളേജിൽ പഠിച്ചു, അതിനുശേഷം ഇങ്ങനെ ശുശ്രൂഷിച്ചു വരുന്നു. ഇത്രയുള്ള എൻ്റെ സാക്ഷ്യം. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് പാപത്തിലൊക്കെ അകപ്പെട്ട് ഭീകരനായിട്ടൊക്കെ ജീവിച്ചിട്ട് പ്രത്യേക ഇതിലൊന്നും രക്ഷിക്കപ്പെട്ട് വന്ന സാക്ഷ്യമൊന്നും എനിക്ക് ഈ പറയുന്നത് പോലെ പറയാനായിട്ടില്ല. പറഞ്ഞു, ഇത്രയും വർഷമൊക്കെ ശുശ്രൂഷിച്ച പാസ്റ്ററല്ലേ, പാസ്റ്ററൽ മിനിസ്ട്രിയിൽ ഉണ്ടായ ഒത്തിരി അനുഭവങ്ങളൊക്കെ കാണുമല്ലോ. ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ അതൊന്നും ഞാൻ അങ്ങനെ ഒരു കൊമേഴ്സ്യലൈസ് ചെയ്യാൻ, കച്ചവടച്ചരക്കാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ചില സ്ഥലങ്ങളിൽ ഞാൻ പറയാറുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞപ്പം എനിക്കൊരു വീരാരാധന പോലെയാണ് തോന്നിയത്. ആൾക്കാരൊക്കെ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട്, അയ്യോ പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. കർത്താവിനോട് പറഞ്ഞു, മോനെ ഇത് ഞാൻ പണ്ട് നിനക്ക് വേണ്ടി ചെയ്തതൊക്കെയാ, ശരിയാ, ഇതും പറഞ്ഞുകൊണ്ട് നടക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചേക്കുന്നു. ഞാൻ നിർത്തി അന്ന്. അപ്പൊ ഞാൻ ഉൾപ്പെടെ നമുക്കിങ്ങനൊരു അവസരം കിട്ടിയാൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സഹിച്ചതും നമുക്ക് ഉണ്ടായ കഷ്ടപ്പാടുകളും ഒക്കെ അങ്ങോട്ട് ഇച്ചിരൊക്കെ ഊതിപ്പെരിപ്പിക്കും. അല്ലെങ്കിൽ പറഞ്ഞു വരുമ്പോൾ അങ്ങ് ആയിപ്പോവും, എക്സാജറേഷൻ. എന്നാൽ ഇവിടെ നോക്കണേ, നമ്മളെക്കാളിലൊക്കെ കഷ്ടം സഹിച്ച ദൈവസന്നിധിയിൽ ദൈവം ജയാളികളെന്ന് പറഞ്ഞ എത്തിയ ഇവർ, അത് വല്ലതും ഒരക്ഷരം മിണ്ടുന്നുണ്ടോ? സ്തോത്രം. ഇല്ല.
ദൈവസന്നിധിയിൽ എത്തിയാൽ ട്രൂ വർഷിപ്പ്, യഥാർത്ഥ ആരാധനയിൽ നമ്മൾ ചെയ്തതും നമ്മൾ സഹിച്ചതും നമ്മൾ കൊടുത്തതും ഒന്നും പ്രസക്തമുള്ളതായി വരില്ല. സ്തോത്രം. നാം അവിടെ കാണുന്നത്, സ്തോത്രം, യുവർ 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 യു യുവർ 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 അല്ലേ? സ്തോത്രം. അവിടെ നമ്മൾ കണ്ടോ? സ്തോത്രം. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവർത്തികൾ, യുവർ ഡീഡ്സ്, സ്തോത്രം, നിന്റെ വഴികൾ, യുവർ വേസ്, ആർ നിന്റെ നാമത്തെ, യുവർ നെയിം, സ്തോത്രം, നീയല്ലോ, യു ആർ, നീയല്ലോ ഏകപരിശുദ്ധൻ, നിന്റെ ന്യായവിധികൾ, യുവർ ജഡ്ജ്മെന്റ്സ്, സ്തോത്രം, തിരുസന്നിധിയിൽ, ഇൻ യുവർ പ്രസൻസ്. 6 പ്രാവശ്യം ഉണ്ടെന്ന് തോന്നല്ലേ? മലയാളത്തിൽ 6 പ്രാവശ്യം. ഒരിക്കൽ നീ എന്ന് പറയുന്നുണ്ട്, ബാക്കിയെല്ലാം നിന്റെ നിന്റെ നിന്റെ. ഒരിടത്തെങ്കിലും എൻ്റെ എന്നോ ഞങ്ങളുടെ എന്നോ ഉണ്ടോ? ഇല്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയും നമ്മുടെ ആരാധനകളിൽ നാം സ്തുതിക്കുന്നതിലൊക്കെ ഇത് വേണം നിറഞ്ഞു നിൽക്കാൻ. സ്തോത്രം. ദൈവവും ദൈവത്തിൻ്റെതും. പ്രൈസ് ഗാഡ്. നാമും നമ്മുടേതും ഒന്നും ഇവിടെ കാണരുത്. സ്തോത്രം. എന്റെ കൂടെ ഉണ്ടല്ലോ? സ്തോത്രം. അതുകൊണ്ട് ഈ പറഞ്ഞ സാക്ഷ്യപരിപാടികൾ എനിക്കതിനോട് ഇപ്പോൾ, പണ്ടൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ എനിക്കതിനോട് അത്ര താല്പര്യമില്ല. സ്തോത്രം. അവിടങ്ങളിലൊക്കെ തങ്ങളെ തന്നെയാണ് പലപ്പോഴും ഉയർത്തുക. ഇനി തങ്ങളെ തന്നെ ഉയർത്തിയില്ല, നമ്മുടെ താഴ്ചകളാണ് പറയുന്നതെങ്കിൽ പോലും ആൾക്കാർക്ക് നമ്മളെക്കുറിച്ചൊരു വല്ലാത്ത തോന്നലുണ്ടാവും. അതിനൊരിക്കലും ഇടം കൊടുക്കരുത്. സ്തോത്രം. ഇടം കൊടുക്കരുത്. ഇവിടെ ഇവർ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവമാണ്. ദ ഫോക്കസ് ഈസ് ഗാഡ്. അവരുടെ ശ്രദ്ധ മുഴുവനും ദൈവത്തിലാണ്. The person of God, the work of God, the characteristics of God. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തിരുവെഴുത്തുകളിൽ കാണാനായിട്ട് പറ്റും. സങ്കീർത്തനങ്ങളിൽ പലയിടങ്ങളിലും പഴയ നിയമത്തിലെ പല ഭാഗങ്ങളിലും കാണുവാനായിട്ട് സാധിക്കും. ചില ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാം. ചില റെഫറൻസുകൾ മാത്രം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കുറിച്ചു വെച്ചിട്ടുള്ളത്, നാം ഇവിടെ കാണുന്നത് ഒരു വാക്യം മാത്രം വായിച്ചുള്ളൂ. ജെറമായ 10:7, യിരെമ്യാവ് 10:7 എന്ന് വായിച്ചുള്ളൂ. യിരെമ്യാവ് 10:7, 10:7, ജെറമായ. Would not fear you, O King of the nations, for this is your due. For among all the wise ones of the nations and in all their kingdoms, there is none like you. Praise God. The very uniqueness of our God.
അവിടെയും പ്രവാചകൻ ചോദിക്കുന്നു, ആർ നിന്നെ ഭയപ്പെടാതെ ഇരിക്കും, ജാതികളുടെ രാജാവേ? സ്തോത്രം. ഓ കിങ് ഓഫ് ദ നേഷൻസ്. ഇവിടെയും അത് തന്നെയാണ് ചോദിക്കുന്നത്. സ്തോത്രം. 4-ാമത്തെ വാക്യത്തിൽ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. വേറെ ചില കൺകോർഡൻസസ്, ചില കൂട്ടുവാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 2:8-9, സാംസ് 2:8-9. Ask God, 24, no need to read money now. സമയമില്ല നമുക്ക്. 24:1-10, 24-ാം സങ്കീർത്തനം 1-10 വരെ. 66-1-4 വരെ. 66:1-4 എല്ലാം സാംസ് ആണ്. 72:8-12, 78-ാം സങ്കീർത്തനം 8-12 വരെ. 86:9, 86-9-ാമത്തെ വാക്യം. ഐശയ ചാപ്റ്റർ 2. ഇനി യെശയ്യാവാണ്. യെശയ്യാവ് 2-ാം അധ്യായം 2-4 വരെ. ഐശയ 2:2-4. ഐശയ ചാപ്റ്റർ 9:6-7. യെശയ്യാവ് 9:6-7 വാക്യങ്ങൾ. 66:18-23, 66-ാം അധ്യായം. യെശയ്യ 66-ാം അധ്യായം 18-23 വരെ. ഡാനിയേൽ 7:14, ദാനിയേൽ 7:14 വാക്യം. സെഫനായ 2:11, സെഫന്യാവ് 2:11. And Zechariah 14:9, സെഖര്യാവ് 14:9 വാക്യം. ഇങ്ങനെ പഴയ നിയമവുമായി ബന്ധപ്പെട്ട് നാം ഒത്തിരിയിടങ്ങളിൽ കാണുന്ന, അല്ലെ പഴയ നിയമത്തിൽ വിശേഷിച്ച് സങ്കീർത്തനങ്ങളിൽ ചിതറിക്കിടക്കുന്ന ആശയങ്ങളാണ് ഇവിടെ ഈ ഭക്തന്മാർ ദൈവത്തോട് പറയുന്നത്. അതില് ഒരു എഴുത്തുകാരൻ അതിനെ ഇങ്ങനെ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പറയാം. ഏതാണ്ട് 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതാണല്ലോ നമ്മൾ യു എന്ന 6 കാര്യങ്ങളാണല്ലോ കണ്ടത്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ പ്രവൃത്തി അതാണല്ലോ അവിടെ കാണുന്നത്. സ്തോത്രം. 1-ാമത് പറഞ്ഞിരിക്കുന്നത് 3-ാം വാക്യത്തിന്റെ ആദ്യം, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായുള്ളവ. അത് നമ്മൾ കാണുന്നത് സങ്കീർത്തനം 92:5, 98:1, 111:2, 139:14. So the first chorus, we can say, of this song found in verse number 3. എന്താ അവിടെ കാണുന്നത്? അവിടെ കാണുന്നത് നാം എവിടെയാ കാണുന്നേ? Psalms 92:5, 98:1, 111:2, 139:14. വീണ്ടും അടുത്തത് 2-ാമത് നാം കാണുന്നു
നിന്റെ വഴികൾ നീതിയും സത്യവുമാകും. നിന്റെ വഴികൾ നീതിയും സത്യവുമാകും. സങ്കീർത്തനം 143:17. സോറി, 145 145:17. മൂന്നാമത്തേതാണ്, യഹോവേ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. അത് നമ്മളിപ്പോൾ യിരെമ്യാവിൽ വായിച്ചു കഴിഞ്ഞു. കൂടാതെ സങ്കീർത്തനം 86:9 Psalms 86:9 86:9 86:9. നാലാമത്തേത്, നീ മാത്രം പരിശുദ്ധൻ. You alone are holy. 1 ശമൂവേൽ 2:2 1 Samuel 2:2. Psalms 99:3. 99-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. 111:9 Psalms 111:9. അടുത്തത്, സകല ജാതികളും നിന്റെ തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. സകല ജാതികളും തിരുമുമ്പിൽ നമസ്കരിക്കും. Psalms 86:9. 86-ാം സങ്കീർത്തനം 9-ാം വാക്യം. നിന്റെ നീതിയുള്ള ന്യായവിധികൾ വെളിപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ. അതാണ് നിന്റെ ന്യായവിധികൾ വെളിപ്പെട്ടിരിക്കുന്നുവെന്നുള്ളത്. Psalms 98:2. വേറെയും പല ഭാഗങ്ങളുണ്ട്, നമ്മൾ മുമ്പേ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. That means a very good pattern for us to compose songs. പാട്ടെഴുതാൻ പറ്റിയ ഒരു എന്താണ് പറയുന്നത്, നിർദ്ദേശം നമുക്കിവിടെ കിട്ടും. The word of God, the scripture itself should be the words or the lyrics of our songs. നമ്മുടെ പാട്ടുകളുടെ വരികൾ ആവോളം വചനം തന്നെ ആയിരിക്കണം. വചനത്തിൽ നിന്ന് പുറത്തൊന്നും ചെയ്യരുതെന്നല്ല പറഞ്ഞത്. ആവോളം പാട്ടെഴുതുന്നവർ ദൈവവചനം കൊണ്ട് തന്നെ എഴുതണം. നമ്മുടെ പാട്ടുകളും പ്രാർത്ഥനകളുമൊക്കെ ആവോളം ദൈവവചനം തന്നെയാകുന്നതാണ് നല്ലത്. സ്തോത്രം. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പാഠമാണ് ലഭിക്കുന്നത്. കൂടാതെ ദൈവത്തെക്കുറിച്ച് ഉള്ള ഒരു പരിജ്ഞാനം, a knowledge about God is also essential for true worship. സത്യാരാധനയ്ക്ക് ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ബോധവും വേണം. ഇവിടെ എന്താ പറയുന്നത്? സ്തോത്രം. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ. സർവശക്തൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കറിയാം. സ്തോത്രം. ഒന്നും നമ്മുടെ ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ട് ഇല്ല. എല്ലാം സാധ്യം. സ്തോത്രം. അങ്ങനെ നമ്മുടെ ദൈവം സർവശക്തനാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം ഭവിച്ചാലും നമുക്ക് ചാഞ്ചല്യമരുത്. സ്തോത്രം. നിർഭയത നമുക്ക് ആവശ്യമുണ്ട്. True worshippers will be fearless. Okay? True worshippers will have a true knowledge about God.
a true knowledge about God. One who knows our God as He is will be immovable even in front of everything that is against him or her. തനിക്ക് സകലവും എതിരായി തീരുമ്പോഴും നമ്മുടെ ദൈവത്തെ അറിയുന്നവർ എന്ത് ചെയ്യില്ല? ഇളകിപ്പോകില്ല. സ്തോത്രം. അതുകൊണ്ട് യഥാർത്ഥ ആരാധകർക്ക് സത്യദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം അത്യാവശ്യമാണ്. അവിടെ പറയുന്നു സർവശക്തിയുള്ള ദൈവമായ കർത്താവേ. ദൈവം, കർത്താവ്. കർത്താവിന്റെ അർത്ഥമൊക്കെ നമ്മൾ മത്തായി 7-ാം അധ്യായം 24-ാം വാക്യം പഠിച്ചപ്പോൾ പഠിച്ചതാണ്. മറന്നെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, സ്തോത്രം. എന്നിട്ട് പറയുന്നത് എന്താണ്? ദൈവത്തെ വിളിക്കുന്നത് കേട്ടോ, സർവശക്തൻ, ദൈവം, കർത്താവ്, പിന്നെ സർവജാതികളുടെയും രാജാവ്. രാജാവ്. പിന്നെ ഇപ്പൊ കർത്താവ് എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏക പരിശുദ്ധൻ. പരിശുദ്ധൻ. സ്തോത്രം. ദൈവത്തെ സംബോധന ചെയ്യുന്ന 5 നാമങ്ങൾ അല്ലെങ്കിൽ പദവികൾ അവിടെ കാണുന്നുണ്ട്. സർവശക്തൻ, ഓൾമൈറ്റി. സ്തോത്രം. ഗോഡ്, ലോർഡ്, കിങ് ആൻഡ് ഹോലി വൺ. ഹോലി വൺ. സ്തോത്രം. പിന്നെ ദൈവത്തിന്റെ മറ്റ് കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നു. ദൈവത്തിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ. ഇവിടെ മോശയുടെ പാട്ടിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്? What God did for the exodus of his people in Egypt. What God did for the execution of Egyptians in the Red Sea. മോശയുടെ പാട്ടിനകത്തുള്ളതാണ്. പുറപ്പാട് 15-ാം അധ്യായം എടുത്താൽ മിസ്രയീമിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പുറപ്പാടിന് വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ. ഇസ്രായേൽ ചെങ്കടൽ കടക്കുവാൻ വേണ്ടി ദൈവം ചെയ്ത കാര്യങ്ങൾ. മിസ്രയീമ്യരെ ചെങ്കടലിൽ മുക്കിക്കൊന്ന വിടുതലിന്റെ കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാടിന്റെ പാട്ടിനകത്ത് എന്താ പാടാനുള്ളത്? സ്തോത്രം. എളുപ്പം എന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. നിങ്ങളെക്കാൾ ധൃതി എനിക്കാ. How he delivered us. Amen. How he delivered us from the bondage of sin, Satan, wrath of God, condemnation of God, okay, slavery, പലതരത്തിലുള്ള അടിമത്വത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചത് ക്രൂശിലെ യാഗത്താൽ. സ്തോത്രം. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ശത്രുക്കളായിരുന്ന നമ്മെ മക്കളാക്കി മാറ്റിയത്, നമ്മെ ദൈവത്തോട് നിരപ്പിച്ചത്, ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി. ഒറ്റ വാക്കിൽ അങ്ങനെ പറയാം. The redemptive work finished on the cross. നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സ്തോത്രം. നിന്റെ വഴികൾ നീതിയും സത്യവുമായവ. The way God prepared, he led us. നമ്മെ നടത്തിയ, ദൈവം ഒരുക്കിയ വഴികളെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. പിന്നെ
ദൈവത്തിന്റെ ന്യായവിധികൾ ശത്രുക്കളോടുള്ള, പ്രത്യേകിച്ച് സാത്താനോടും എതിർ ക്രിസ്തുവിനോടും കള്ളപ്രവാചകനോടുമുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ന്യായവിധികൾ ഭൂമിയിൽ ദൈവം ഇതുവരെ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ്. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യും? സകല ജാതികളും തിരുസന്നിധിയിൽ വന്ന് നമസ്കരിക്കും. സ്തോത്രം. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും സകല ജാതികളും എന്ത് ചെയ്യും? തങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ നമ്മുടെ കർത്താവിനെ കുമ്പിടും. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ, സ്തോത്രം, ആവോളം ഗ്രഹിച്ച് നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി, സ്തോത്രം, നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമുക്കൊക്കെ കൃപ ചെയ്യട്ടെ. സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്നവർ ഇപ്പോഴോ പിന്നീടോ ആരെങ്കിലും ഇതുവരെ ഈ കർത്താവിന്റെ രക്ഷണ്യ അറിവിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തന്നെത്താൻ ക്രൂശിൽ ഏൽപ്പിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും മഹത്വത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് അംഗീകരിച്ച് തന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെടുക. സ്തോത്രം. ദൈവത്തിന്റെ വചനവും കൽപ്പനകളും അനുസരിച്ച് നിത്യജീവനെ പ്രാപിക്കുവാൻ എല്ലാവർക്കും ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ, കൃപ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.